ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി യോഗം ഇന്നും ചേരും. ഓഡിറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ തുടർ നീക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ദേവസ്വം കമ്മീഷണറും അക്കൌണ്ടന്റ് ഓഫീസറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടങ്ങുന്ന കമ്മിറ്റി പ്രവർത്തിക്കേണ്ട മാർഗനിർദ്ദേശം ദേവസ്വം ബോർഡ് നൽകും. ടി.വി. പ്രസാദാണ് ചേരുന്നത്. ഒരിക്കൽ കൂടി പ്രസാദ്, കഴിഞ്ഞ ദിവസം വീഴ്ച സമ്മതിച്ചു, ഇനി അതിലുള്ള തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ആ തിരുത്തൽ നടപടികൾ ഉണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിലെ ചില കാര്യങ്ങളിൽ അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തതകളും പ്രശ്നങ്ങളും അത് ബോർഡിന്റെ വീഴ്ചയാണ് എന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ തുറന്ന് സമ്മതിച്ചത്. ചില പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എസ്റ്റിമേറ്റ് എന്ന നിലയിൽ കൊടുത്ത കാര്യങ്ങൾ അത് പിന്നീട് രേഖയായി ഓഡിറ്ററുടെ മുന്നിൽ എത്തിയതുകൊണ്ടാണ് അങ്ങനെയൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായത് എന്നതാണ്. അതായത് ഓഡിറ്ററെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതേസമയം തന്നെ ഈ തുക നേരത്തെ ദേവസ്വം ബോർഡ് അനുവദിച്ച തുകയിൽ കൂടുതൽ ഊരാളുങ്കലിൻ്റെ കീഴിലുള്ള കമ്പനി, നടത്തിപ്പുകാരായ കമ്പനി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ സാധ്യമല്ല, നിലവിൽ തീരുമാനിച്ചത് മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന സ്റ്റാൻഡിലാണ് ഇപ്പോഴും ദേവസ്വം ബോർഡ് നിൽക്കുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ആഗോള അയ്യപ്പ സംഗമത്തിനേക്കാളും വലിയ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിലുണ്ടായത്. ആ ലക്ഷങ്ങൾ വാരി എറിഞ്ഞുള്ള ഇങ്ങനെ പൊടിപൊടിച്ചുള്ള സംഗമം എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷവും എല്ലാവരും ഉന്നയിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശബരിമലയിൽ നിന്ന് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിച്ചിരുന്നു. ദ്വാരപാലകരിൽ നിന്നും കട്ടിളപ്പാടിയിൽ നിന്നും ഉൾപ്പെടെ. അത് ആചാര ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തന്ത്രി മഹേഷ് കണ്ഠരര് കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് പിന്നീട് ദേവസ്വം ബോർഡ് ഇനിയിപ്പോൾ ഹൈക്കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും അവിടെ നിന്ന് സാമ്പിളുകൾ എടുത്തത്. കാരണം അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തണമെങ്കിൽ അത് ബാബ അറ്റോമിക് റിസോഴ്സ് സെൻ്ററിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് സാമ്പിൾ ശേഖരിക്കുകയും ചെയ്ത് ഇത് ആചാര ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് തന്ത്രിയുടെ കത്ത് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി, കീർത്തന. ശരി, ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.